ഹായ് ഹലോ, ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതിയും ശ്രുതിയും ചന്ദ്രമതിയും രവിയും കാത്തു നിൽക്കുകയാണ് ശ്രീകാന്തിനെയും വർഷികയും. അവർ ഭക്ഷണം കഴിക്കാതെ വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞ് ഈ കാത്തിരിക്കുകയാണ്. പിന്നീട് രേവതി വന്നിട്ട് പറയാണ് സച്ചിയേട്ടനെ കാണാനില്ലല്ലോ എന്നൊക്കെ. രേവതി എന്നിട്ട് എല്ലാവരോടും വന്ന് പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കുക, എല്ലാവർക്കും വിശന്നിരിക്കല്ലേ, ഭക്ഷണം ഞാൻ വിളമ്പിയിട്ടുണ്ട്, ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, എവിടെ നിന്നാണ് ബിരിയാണിയുടെ മണം, നല്ല മണം എന്നൊക്കെ. അത് പറഞ്ഞതിന് ശേഷം എല്ലാവരും പറയാണ്, എല്ലാവർക്കും ബിരിയാണിയുടെ മണം അടിച്ച് കൊതിയൂറി വിശന്നിരിക്കുന്ന സമയത്ത് അതൊക്കെ ഇങ്ങനെ സ്മെല്ലിങ്ങനെ കിട്ടുകയാണ്. അപ്പോഴാണ് സച്ചി ബക്കറ്റ് ബിരിയാണിയും കൊണ്ട് വരുന്നത്. ആ ബക്കറ്റ് ബിരിയാണീൻ്റെ സ്മെല്ല് കേട്ടിട്ട് അവർക്കങ്ങോട്ട് മണത്ത് ഇരിക്കുക. സച്ചി കൊടുന്ന ബിരിയാണി കണ്ടപ്പോൾ ശ്രുതിയാണെങ്കിൽ ആകെ എന്താ പറയുക, കൊതി ഊറിയിട്ട് വിളമ്പണം നോക്കി നിൽക്കുകയാണ്. അവരാണെങ്കിൽ ആരും ഭക്ഷണം കഴിക്കാൻ വരുന്നുമില്ല. എന്നിട്ട് ശ്രുതിയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ അങ്ങോട്ട് എത്തിക്കുക എന്നൊക്കെ ആലോചിക്കുകയാണ്. സച്ചിയാണെങ്കിൽ രേവതി വിളമ്പി വെച്ച ഭക്ഷണം ടേബിളിൽ നിന്ന് മാറ്റാൻ പറയുകയാണ്. രേവതി പറയാണ്, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഭക്ഷണമല്ലേ, ഇനി ഇതെന്താ ചെയ്യുക എന്നൊക്കെ പറയാണ്. അപ്പോൾ സച്ചി പറയാണ്, ഈ ഭക്ഷണം രാത്രി കഴിച്ചാലും മതി, ഇപ്പോൾ ഏതായാലും ടേബിളിൽ നിന്ന് എല്ലാം മാറ്റി, ഞാൻ ബിരിയാണി വിളമ്പട്ടെ എന്ന്. സച്ചിയാണെങ്കിൽ ആ ടേബിളിൽ നിന്ന് എല്ലാം മാറ്റി വാഴയില നിരത്തി ആ ബക്കറ്റ് ബിരിയാണി എല്ലാം ഷെയർ ചെയ്ത് എല്ലാവരും ടേബിളിൽ അങ്ങോട്ട് ഇട്ടു. ടേബിളിമിട്ട ബിരിയാണി കണ്ടിട്ട് ശ്രുതിയാണെങ്കിൽ കൊതിയേറിയിട്ടും വിശന്നിട്ടും നിൽക്കാൻ വയ്യ. എങ്ങനെയാണ് ഇവരാണെങ്കിൽ അവനെ ശ്രുതിനെ അങ്ങോട്ട് ഭക്ഷണത്തിൻ്റെ അടുത്തേക്ക് വിടണമില്ല. അങ്ങനെ ഒരു കണക്കിന് അവിടെ ഇരിക്കുകയാണ്. സച്ചി എന്നിട്ട് എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ആരും എഴുന്നേൽക്കണില്ല. എങ്ങനെ ചെല്ലുക എന്നൊക്കെ മടിച്ചിരിക്കുന്ന ഇടയിൽ രവിക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ എങ്ങനെ എനിക്ക് ചന്ദ്രമതിനെ നോക്കിയിരിക്കുകയാണ്. ചന്ദ്രമതി എന്ത് പറയുമെന്നൊക്കെ ആലോചിച്ച്. അപ്പോൾ സച്ചി വന്നിട്ട് അച്ഛനെ വന്ന് വിളിക്കുകയാണ്, വാ അച്ഛാ, വന്ന് ഭക്ഷണം കഴിക്ക്, അമ്മയ്ക്ക് എല്ലാവർക്കും വിളമ്പിയതാണ്, എല്ലാവരും വായോ എന്നും പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാതിരുന്നു. ലാസ്റ്റ് സച്ചി പറയാണ്, ഈ ചോറിന് ഭയങ്കര പ്രത്യേകതയുള്ളതാണ്, നേർച്ചച്ചോറാണ്, എൻ്റെ കൂട്ടുകാരൻ്റെ അവിടെ നിന്നാണ് കിട്ടിയത് എന്നൊക്കെ പറയുകയാണ്. ഈ ഭക്ഷണത്തിന് ഒരു പ്രത്യേകതയുണ്ട്, പിണങ്ങി പോയവരൊക്കെ തിരിച്ചു വരും, നമുക്ക് ഇഷ്ടമുള്ള ആരെയാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് അത് നടക്കുമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി ഭക്ഷണം കഴിക്കാൻ വന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കോഴിയുടെ പീസ് വായിൽ വെക്കണ നേരത്ത് ചന്ദ്രമതി പറയുകയാണ്, ഈ ബിരിയാണി ആരുണ്ടാക്കിയതെന്നൊന്നും എനിക്കറിയില്ല, അറേബ്യനാണോ മലേഷ്യനാണോ എന്ന് പറയുകയാണ്. സച്ചി പറയുന്നത് കേട്ടിട്ട് ചന്ദ്രമതിക്ക് ഓർമ്മ വരികയാണ്. അപ്പോൾ ചന്ദ്രമതി ശ്രുതിയോട് ചോദിക്കുകയാണ്, നിൻ്റെ അച്ഛൻ എവിടെ, അച്ഛൻ വന്നില്ലേ മലേഷ്യയിൽ നിന്ന് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി മിണ്ടാതെ ഇരിക്കുകയാണ്, എന്താ പറയാന്ന് ആലോചിച്ചിട്ട്. നീ എന്താ നുണ പറയാണോ, എന്താ ഞങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത്, നിൻ്റെ അച്ഛൻ എന്താ വിമാനത്തിൽ നിന്ന് വന്ന ആൾ പിന്നെ തിരിച്ച് എങ്ങനെ പോവുക എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്